ഇപ്പം നമ്മൾ തുടക്കത്തിന്റെ മുമ്പുള്ള പ്രീ റിലീസിന്റെ സമയത്തുള്ള വിസ്മയുടെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കാണണം. അപ്പം നമുക്ക് സിനിമ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയും പിന്നെ സിനിമയുടെ നമ്മൾ മാർഷൽ ആർട്സ് ഉണ്ടാവും, സ്റ്റണ്ട് ഉണ്ടാവും എന്നൊക്കെ ലാലേട്ടനും വിസ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കുറെ അറിവാണുള്ളത്. ഫൈനലി ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ എടുക്കുന്നത് നമ്മൾ സിനിമ ഇറങ്ങി സിനിമ കണ്ടതിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എന്തെങ്കിലും സ്പോയിലേഴ്സ് വന്നാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് പല കാര്യങ്ങളും ചോദിച്ചു വന്നിരിക്കും. ഇപ്പം ലാസ്റ്റ് വന്നിട്ട് വിസ്മയുടെ ആ ഒരു രീതി, വിസ്മയ 2-3 വർഷം തായ്ലൻഡിൽ പോയിട്ട് മാർഷൽ ആർട്സ് പഠിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ്. ചേട്ടൻ ഇത് വല്ല വശം ഉണ്ടായിരുന്നോ, അത് ഇതിനു വേണ്ടി ട്രെയിനിങ് എടുക്കുമായിരുന്നോ, എന്തായിരുന്നു സംഭവം? ഞാൻ അങ്ങനെ മാർഷൽ ആർട്സും കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമുക്ക് ഇതൊരു കോമൺ സെൻസ് പരിപാടിയാണ്. നമ്മൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് അല്ല ഹൈ എൻഡ് ഫൈറ്റ് മാസ്റ്റേഴ്സിനെയൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ എസ്തപ്പാൻ അതിനകത്തൊരു ഇതുപോലെ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ലല്ലോ, നല്ല നാടൻ തല്ലറിയുന്ന നല്ല നാടനല്ല, അതാണ് ക്യാരക്ടർ. പക്ഷേ ഇപ്പം നമുക്ക് 2 ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് സിൽവ സാർ, ഒന്ന് യാനിക് ബെൻ. മൈൻ ടോപ്പ് ഫൈറ്റ് മാസ്റ്റേഴ്സ്. യാനിക് ബെൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫൈറ്റ് മാസ്റ്ററാണ്. അപ്പം ലാലേട്ടന്റെ കൂടെയുള്ള സീനൊക്കെ എടുക്കുമ്പോഴത്തേക്കും വിസ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു ചേട്ടാ? ലാൽ സാറിനോട് പെർഫോം ചെയ്യാൻ വന്നപ്പോൾ വിസ്മയ്ക്ക് ശരിക്കും നമ്മളെക്കാൾ ഫിയർ ആയിരുന്നു. കാരണം അല്ല, എൻ്റെ ഡേ ഇസ് മോഹൻലാൽ അച്ഛനാണെന്ന് പറഞ്ഞാലും ദ ഗ്രേറ്റസ്റ്റ് ആക്ടർ ഇൻ ഇന്ത്യ, അല്ലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ആക്ടേഴ്സ് ഇൻ ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഓഫ് കോഴ്സ് അദ്ദേഹത്തിനെ കാണുമ്പോൾ ഇപ്പം നമ്മളാണേലും ഇപ്പോൾ എനിക്കൊരു സീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ പേടിക്കും ആ സീൻ. പക്ഷെ ഒരു പ്രശ്നമില്ല ലാൽ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ, കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് പുള്ളി. ഞാൻ ഒരുപാട് ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള അവരുടെ ആക്ടേഴ്സ് പാനിക് ആകുമ്പോഴേ ലാൽ സാറിന് അറിയാം, അന്നേരം അവരെ ആയിരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ സീനിലൊക്കെ സെറ്റില് ചേട്ടനും ഉണ്ടായിരുന്നോ ഈ ഒരു കാണാനായിട്ട്? അപ്പൊ എങ്ങനെയാ ലാലേട്ടൻ എന്തെങ്കിലും ഒരു ഇതൊക്കെ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്തെങ്കിലും ഒക്കെ കണ്ടിരുന്നോ? ഒന്നുമില്ല. അത് ലാൽ സാറിന്റെ വേറൊരു ക്വാളിറ്റിയാണ്. ഹി ലീവ് ഇറ്റ് ടു ദ ഡയറക്ടർ. കാരണം അവിടെ ലാൽ സാർ ഒന്നിച്ച് പെർഫോം ഷോട്ടിന് വിളിക്കും, ഒന്ന് വിസ്മയുടെ ഓപ്പോസിറ്റ് വന്ന് പ്ലേ ചെയ്യും. ചിലപ്പം ഇൻഡയറക്ട്ലി അറിയാതെ സംസാരിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഹി നെവർ ഗെറ്റ് ഇൻവോൾവ്. അത് ഡയറക്ടേഴ്സ് കോളാണ്. അത് ഞാൻ ലാൽ സാറിനെ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യമാണ്. അത് പുള്ളിയുടെ ഒരു ക്വാളിറ്റിയാണ്. കാരണം അത് ഒരു ഡയറക്ടറിന് വേണ്ട സാധനം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അത് ഒരു ആക്ഷനെ ഒപ്പിയെടുക്കുക. അതിനകത്ത് ഇപ്പം നമ്മളൊരു വേറൊരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, അതായിരിക്കുമല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം ലെറ്റ്സ് ലീവ് ഇറ്റ് ഹിം എന്നുള്ളത്. അത് ലാൽ സാർ അങ്ങനെ ഇൻവോൾവ് ഒന്നും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മായ കംഫർട്ടബിൾ ആയിരുന്നു, പെട്ടെന്ന് അങ്ങ് ഓക്കെ ആയി. അപ്പം ആദ്യത്തെ എനിക്ക് 1-2 ഡയലോഗോ കാര്യങ്ങളൊക്കെ ഇപ്പം 1-2 പ്രാവശ്യം എടുത്തു. അത് ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ. പക്ഷേ ഇറ്റ് വാസ് എ കൂൾ, വലിയ സെറ്റ് വരുന്നത്. അത് നമ്മൾ ഫുൾ സെറ്റിട്ടാണ് ചെയ്തത് ലാൽ സാറിൻ്റെ ഇൻട്രോ എല്ലാം. ഇവിടെ കളമശ്ശേരിയിൽ മറ്റേ സ്റ്റീഫൻ ദേവസിയുടെ സ്റ്റുഡിയോയിൽ ആ വീടുകളെല്ലാം നിങ്ങൾ സിനിമയിൽ കണ്ട 2 വീടുകളില്ലേ, അത് 2 സെറ്റ് ഇട്ടിരിക്കുന്ന വീടുകളാണ്. ആ 2 വീടോ? അതെ. ഓ, ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ലാലേട്ടന് ചിലപ്പോ അവിടെ ഹൈ റേഞ്ചിലും എല്ലാം ഉള്ള വീടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അത് ആ സ്റ്റോറിക്ക് വേണ്ടി. കാരണം എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടും മറ്റേ വീട് MD ആയിട്ടുള്ള വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം ആ വീട് ആ ടെറൈനിൽ 2 അടുത്തടുത്ത് വേണമായിരുന്നു. അപ്പം അങ്ങനെ ഒരു വീട് അങ്ങനെ കിട്ടാൻ പാടായിട്ട് 2 വീട് ഫുൾ സെറ്റ് ഇട്ടത്. ഓ, നല്ല രസമുള്ള ചെയ്തിട്ടുണ്ട്. അത് ആ 2 വീടും നമ്മൾ ഇവിടെ സ്റ്റുഡിയോ റിക്രിയേറ്റ് ചെയ്തിട്ടാണ് ഫൈറ്റ് ഫുൾ ചെയ്തത്. ഓ മൈ ഗോഡ്, അയ്യോ, നിങ്ങളുടെ ആ ടീമിന് ഒരു വലിയ കൈഡി നമ്മൾ കൊടുക്കണം.